നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോശമാണ്, നിങ്ങൾ ടോൺ ഓഫ് നിങ്ങൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളാണ്, അവന്റെ ടോൺ അങ്ങനെയാണ് എന്ന് പറയുന്നവരല്ല നിങ്ങൾ ഫ്രണ്ട്സ്. നിങ്ങൾ കോൺഫിഡന്റ് അല്ല എങ്കിലും ഓക്കെ, അവൻ കോൺഫിഡന്റ് അല്ല, അവൻ അങ്ങനെയാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെ പറയുന്നവരല്ല നിങ്ങൾ ഫ്രണ്ട്സ്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ദേ ആർ യുവർ എനിമീസ്. നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് കംഫർട്ട് സോണിൽ അവർ നിങ്ങൾ നിർത്തുക. ദേ ആർ നോട്ട് ലെറ്റിംഗ് യു ഇംപ്രൂവ്. നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. അവരുടെ റെഫർമേഷൻ ഒരു പരിധിക്ക് ശേഷം നിങ്ങളത് ഏറ്റെടുക്കുക. ഓക്കെ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അത് അവരും പറഞ്ഞ് അവരും അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ ഇൻട്രോവേർട്ടാണ്, നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ പറയുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, ദേ ആർ യുവർ എനിമീസ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫ്രണ്ട്സ് ആണ് വേണ്ടത്? നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും, ഒരു ആംബിവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും, ഇൻട്രോവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട്, എന്തൊക്കെ ഗുണം, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ബെസ്റ്റ് ബോത്ത് വേർഡ്സ്, ഇൻട്രോവേർട്ട് വേൾഡിന്റെയും എക്സ്ട്രോവേർട്ട് വേൾഡിന്റെയും നടുവിൽ നിൽക്കുന്ന എന്താണ് ബെറ്റർ ഓപ്ഷൻ, അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ലെവലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ്.